ഞാൻ തന്നെ എനിക്ക് തന്നെ നല്ലൊരു ഉദാഹരണം ഓർക്കുന്നു. ഇവിടെ ഈ സിംഗ് പ്രിസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂയോർക്കിൽ 4000 പേരെയൊക്കെ പാർപ്പിക്കുന്ന ജയിലാണ്, വലിയ വൻകിട ജയിൽ. ഒരു 25 വർഷം മുമ്പ് അവിടെ ജോലിക്ക് ചെന്നപ്പോൾ അവിടെ ആകെ ഒരു ഇന്ത്യക്കാരനെയാണ് കണ്ടത്. പക്ഷേ ഇപ്പം ഈയിടയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഇന്ത്യക്കാരും മലയാളികളുമാണ് അവിടെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പെട്ടെന്ന് പരീക്ഷ പാസ്സാകുന്നു. കാരണം പരീക്ഷ പാസ്സാകാൻ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസവുമായിട്ട് നമ്മൾ വരുന്നു. അപ്പോൾ നമ്മളോട് കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ളവർക്ക് പറ്റുന്നില്ല, അവരുടെ അവസരങ്ങളില്ലാതാവുന്നു. അപ്പോൾ അവരും ഈ വിദ്യാഭ്യാസ ലോണുമൊക്കെ എടുത്ത് പഠിക്കേണ്ട ഒരു സ്ഥിതി അവർക്കും വരുന്നു. അപ്പോൾ അത് സാമാന്യ നിലയിൽ നമുക്കാണെങ്കിലും ദേഷ്യം വരുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർ പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് അവരുടെ ജോലി, അവർക്ക് കിട്ടാവുന്ന ജോലി അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്നവർ റിസെൻറ്റ് ചെയ്യുന്നെങ്കിൽ, അവർക്ക് ദേഷ്യപ്പെടുന്നുവെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഒരു കാര്യം ഈ H1 വിസയിൽ. അതുപോലെ തന്നെ ഈ H1 വിസ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിച്ച പിള്ളേരെ അവരെ ഇവിടുത്തെ കമ്പനികൾ പരിശീലിപ്പിക്കും. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു, അവരെ ആ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ മതി അവർക്കത് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടുമ്പോൾ ഇവിടെയുള്ളവരെ പരിശീലിപ്പിക്കാനായിട്ട് കമ്പനികൾ മുന്നോട്ട് വരില്ല, എളുപ്പത്തിൽ കാര്യം നടക്കുമല്ലോ. അപ്പോൾ അത് H1 വിസയ്ക്ക് എതിരായിട്ട് പറയുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടിയാണ് ഇന്ത്യക്കാരുടെ ഇപ്പം ഹോട്ടൽ മോട്ടൽ ഇൻഡസ്ട്രി അതേതാണ്ട് 50-60%, അതായത് ഇവിടുത്തെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഈ പട്ടേൽ മോട്ടൽ എന്നാണല്ലോ പറയുന്നത് തന്നെ, ഇന്ത്യക്കാരുടെ കൈവശമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കൈവശം വന്നു? അപ്പോൾ അതിൽ ഇല്ലീഗലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ആ യൂണിറ്റിയും, പ്രത്യേകിച്ച് ആ വിഭാഗത്തിൻ്റെ, ഗുജറാത്തി പട്ടേൽ ആ വിഭാഗത്തിൻ്റെ യൂണിറ്റിയും അവരെ ഓരോ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് അവർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ഹോട്ടൽ വ്യവസായം അവരുടെ ആളുകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അതും ഇവിടെ ആളുകളെ നീരസപ്പെടുത്തിയില്ലെങ്കിൽ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ അരിസോണയിൽ മരുഭൂമി കൂടെ നമ്മൾ പോകുമ്പം എവിടെയെങ്കിലും ഒരു മോട്ടൽ കാണും. ആ മോട്ടലിൻ്റെ ഓർഡർ ഒരു ഇന്ത്യക്കാരനായിരിക്കും. അവന് 6 മാസമോ അല്ലെ 1 വർഷമോ കൂടുമ്പോഴാണ് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്കൊന്ന് പോവുക. അത്രയും ത്യാഗം സഹിക്കാൻ എത്ര പേർക്ക് കഴിയും? അമേരിക്കക്കാർ എത്ര പേര് തയ്യാറാവും? അതുപോലെ തന്നെ ഈ ഫ്രാഞ്ചൈസുകൾ, ഡങ്കിൻ ഡോണറ്റ്സോ അതുപോലെയൊക്കെ ഉള്ളത്. അപ്പോൾ ഡങ്കിൻ ഡോണറ്റ്സൊക്കെ രാത്രി 2 മണിക്ക് എണീറ്റ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം. എത്ര പേർക്ക് അതിന് താല്പര്യം ഉണ്ടാവും? അതുപോലെ തന്നെ അതിലെല്ലാം ഇല്ലീഗലായിട്ടുള്ള ആളുകളെ എംപ്ലോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്.